ഒരിക്കൽ ഒരു ബാലൻ അവനൊരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവന് പൂച്ചക്കുട്ടിയെ പോലുള്ള ഒരു മൃഗക്കുഞ്ഞിന് അവന് ലഭിക്കുവാനായിട്ട് ഇടയായി. വളരെ സൗന്ദര്യമുള്ള അതിൻ്റെ മുഖവും അതിൻ്റെ ശരീര വടിവുമെല്ലാം കണ്ടപ്പോൾ അതൊരു പൂച്ചക്കുഞ്ഞാണെന്ന് ചിന്തിച്ച് അവൻ അതിനെ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി. അവൻ്റെ മാതാപിതാക്കൾക്കും മറ്റു മുതിർന്നവർക്കുമെല്ലാം മനസ്സിലായി ഇതൊരു പൂച്ചക്കുഞ്ഞല്ല, ഇതൊരു പുലിക്കുട്ടിയാണെന്ന്. അവർ അവനോട് പറഞ്ഞു, മോനെ, നീ താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൃഗം അതൊരു പൂച്ചക്കുഞ്ഞല്ല, അതൊരു പുലിക്കുട്ടിയാണ്. അപ്പം ഇത് നീ വളർത്തുന്നത് നിൻ്റെ ജീവിതത്തിൽ അത് അപകടത്തിന് കാരണമായി തീരും. മാത്രമല്ല, ഇതിനെ വളർത്തുവാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് നീ ഇത് എവിടെയാണെന്നാണോ ഇത് നിനക്ക് കിട്ടിയത് അവിടെ നീ ഇതിനെ കൊണ്ട് ഉപേക്ഷിക്കണമെന്ന് അവർ പലപ്പോഴും അവനെ ഉപദേശിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷേ അവൻ അതനുസരിക്കുവാനായിട്ട് ഇടയായില്ല. നിരന്തരം അവരിങ്ങനെ ഉപദേശിച്ചത് അവൻ ഇഷ്ടപ്പെടാതെ അവൻ അവരോട് കയർത്ത് സംസാരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇനി എന്നോട് ഇപ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് അവരോട് അവൻ ശാഠ്യത്തോടെ സംസാരിക്കുവാനായിട്ടിടയായി. മകൻ തങ്ങളുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല, മാത്രമല്ല അവരോട് കയർത്ത് സംസാരിക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുള്ള ഭീഷണിയും മുഴക്കുന്നതിനാൽ പിന്നെ അവർ അവനോട് ഇതിനെപ്പറ്റി പറയുവാനായിട്ട് തുനിഞ്ഞില്ല. ആ മൃഗക്കുഞ്ഞ് വളരും തോറും അതിൻ്റെ പ്രകൃതവും രീതിയുമെല്ലാം മാറി വരുന്നത് അവരെല്ലാവരും ശ്രദ്ധിക്കുവാനായിട്ടിടയായിത്തീർന്നു. എങ്കിലും അവൻ അതിനെ ഉപേക്ഷിക്കാതെ ഇതിനെ അവൻ മടിയിൽ കിടത്തുകയും താലോലിക്കുകയും അതിന് ആകാരമെല്ലാം വാരിക്കൊടുക്കുകയും അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ അതിന് ഒരു ഭയവും കൂടാതെ അവൻ വളർത്തുവാനായിട്ടിട. കുറച്ച് വളർന്നപ്പോൾ അവനും മനസ്സിലായി ഇതൊരു പൂച്ചക്കുഞ്ഞല്ല, തൻ്റെ മാതാപിതാക്കളും മുതിർന്നവരുമെല്ലാം പറഞ്ഞതുപോലെ ഇതൊരു പുലിക്കുട്ടി തന്നെയാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ ഇത്രയും കാലം വളരെ താലോലിച്ച് സന്തോഷത്തോടു കൂടെ വളർത്തിയ, സ്നേഹത്തോടുകൂടെ വളർത്തിയ ഈ പുലിക്കുഞ്ഞിനെ അവൻ അപ്പോഴും ഉപേക്ഷിക്കുവാൻ തയ്യാറായി. ഒരിക്കൽ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ പുലിക്കുട്ടിയുമായിട്ട് അവൻ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ നഖം ഇവൻ്റെ ശരീരത്തിൽ കൊണ്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒഴുകുവാനായിട്ട് ഇടയായി. ഈ പുലിക്കുഞ്ഞ് വന്ന് അതിനെ നക്കുവാനായിട്ട് ഇടയായി. അത് നക്കിയപ്പോൾ അതിന് വളരെ ടേസ്റ്റായിട്ട് തോന്നി. ഈ രക്തത്തിൻ്റെ ടേസ്റ്റ് രുചിച്ചറിഞ്ഞ പുലിക്കുട്ടി അവൻ്റെ മേൽ ചാടി വീണ് അവന് കടിച്ച് കീറുവാനായിട്ട് ശ്രമിച്ചു. അവൻ പെട്ടെന്ന് അവിടെ നിലറി വിളിച്ചുകൊണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ എല്ലാം ഓടി നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ അവനെ രക്ഷിക്കുവാൻ ആരും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഈ പുലിക്കുട്ടി അവനെ കീഴ്പ്പെടുത്തി അവനെ കടിച്ച് കീറുവാനായിട്ട് ഇടയായിത്തീർന്നു. തൻ്റെ മാതാപിതാക്കൾ കടന്നു വരുന്ന സമയത്ത് തങ്ങളുടെ മകൻ്റെ ചലനമറ്റ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടായിട്ട് ചിതറി കിടക്കുന്നതാണ് അവർക്ക് കാണുവാനായിട്ടിടയായി. നൽകിയ ആ ഉപദേശം സ്വീകരിച്ച് ആ ദുഷ്ടമൃഗത്തെ നേരത്തെ മകൻ ഉപേക്ഷിക്കുവാൻ ഇടയായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും തങ്ങളുടെ മകന് ഇങ്ങനെയുള്ള ഒരു ദുർഗതി വരുവാൻ ഇടയാകത്തില്ല എന്ന് ഓർത്ത് ആ മാതാപിതാക്കൾ പൊട്ടിക്കരയുവാനായിട്ടിടയായിട്ടുണ്ട്. പക്ഷേ ഇനി പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് കാര്യം? തങ്ങളുടെ മകനെ അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം താലോലിച്ച് വളർത്തുന്ന ഈ പുലിക്കുട്ടിയെ പോലുള്ള ചില ദുർസ്വഭാവങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് നമ്മെ ഇതുപോലെ അവസാനം ആദ്യം ഇത് ഒരുപക്ഷെ നല്ലതെന്ന് നമുക്ക് തോന്നുമായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ദുർസ്വഭാവങ്ങൾ, ഒരുപക്ഷെ ചെറിയ പുകവലിക്കുന്ന ശീലം, കള്ളം പറയുന്ന സ്വഭാവം, മോഷ്ടിക്കുന്ന സ്വഭാവം, മദ്യവും മയക്കുമരുന്നും ടേസ്റ്റ് ചെയ്യുന്ന സ്വഭാവം, ഇതൊക്കെ നമ്മൾ കൊച്ചു പ്രായത്തിലെ ഒരുപക്ഷെ വളർത്തിയെടുക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കത്തില്ല ഇത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്ന്. ചില തെറ്റായ കൂട്ടുകെട്ടുകളും നമ്മെ ഇതുപോലെ അവസാനം നാശത്തിലേക്ക് തള്ളിയിടുവാനായിട്ട് ഇടയായിത്തീരും. അനേക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും
വിലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഈ ലോക്ക്ഡൗൺ സമയത്ത് മൊബൈൽ അവൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ അവളുടെ കരങ്ങളിൽ യഥേഷ്ടം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ ആ കുഞ്ഞ് മൊബൈൽ ദുരുപയോഗം ചെയ്ത് ഇനി മൊബൈലില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആ കുഞ്ഞിന് ചിന്തിക്കുവാൻ പറ്റാത്ത അനുഭവത്തിൽ ആ മൊബൈലിൻ്റെ ഒരു അഡിക്റ്റായിട്ട് എപ്പോഴും ചാറ്റ് ചെയ്യുന്ന മൊബൈൽ ഉപയോഗിച്ച് അതൊരു ഖരമായിട്ട് തീർന്ന് അതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ പറ്റാത്ത അനുഭവത്തിൽ അനേക കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇതുപോലുള്ള മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരോട് ചാറ്റ് ചെയ്ത് ബന്ധങ്ങൾ സ്ഥാപിച്ച് പലരും ഇതാണ് എൻ്റെ ഒരു നല്ല സുഹൃത്തെന്ന് മനസ്സിലാക്കി ഓപ്പോസിറ്റ് സെക്സിനോട് കമ്പം തോന്നി അവർ മറ്റൊന്നും ചിന്തിക്കാതെ തങ്ങളെ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കളെ വിട്ടെറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ പടുത്തുയർത്തിയ ആ ബന്ധമാണ് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ വീട് വിട്ടിറങ്ങി പോകുന്ന അനുഭവം പലതും നാം കേട്ടിട്ടുണ്ട്. അവരുടെ ദുരവസ്ഥ മനസ്സിലാക്കി അവർ തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷേ അവർ ആരുടെ കൂടെയാണോ കടന്നുപോയത് അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ ക്രൂരമായി ഇവർ കൊല്ലപ്പെടുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നു, വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപക്ഷെ ചിന്തിക്കുന്ന, ശരിയെന്ന് ചിന്തിച്ച് നല്ലതെന്ന് ചിന്തിച്ച് നാം വളർത്തിയെടുക്കുന്ന ദുർസ്വഭാവങ്ങൾ ഈ പുലിക്കുട്ടിയെ വളർത്തിയ കുഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് നമ്മയും കൊണ്ടുചെന്നെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഗുരുജനങ്ങളും നമ്മുടെ മുതിർന്നവരെല്ലാം പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് തെറ്റായ ബന്ധങ്ങളിലോ തെറ്റായ കൂട്ടുകെട്ടിലോ തെറ്റായ ദുർസ്വഭാവങ്ങളിലോ നമ്മൾ അകപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും അപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തി മടങ്ങി വരുവാനായിട്ട് ഒരവസരമായി ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ തെറ്റായ ആ സ്വഭാവങ്ങളിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന മാതാപിതാക്കൾ നമുക്കുണ്ട്, സഹോദരങ്ങൾ നമുക്കുണ്ട്. മാത്രമല്ല അവരെക്കാളും അപ്പുറമായി നിത്യമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നാം മടങ്ങി വരുവാനായിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുക. അവിടെ നിന്ന് പറയുക, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ കഴുകി ഹിമം പോലെ വെളുപ്പിക്കാം. അത് രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അതിന് പഞ്ഞി പോലെ വെളുപ്പിക്കാമെന്ന് അവിടുന്ന് അരുളി ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ശക്തിയുള്ളതാണെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ എന്തു തന്നെ തെറ്റായ സ്വഭാവമായിരുന്നില്ല, എന്തു തന്നെ കുറവായാലും സാരമില്ല, നമുക്കതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ ശക്തീകരിക്കും. ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കുറവുകളെ ഉണർന്നുകൊണ്ട് ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നില്ല, ഈ ദുർസ്വഭാവം ഇതിൽ ഇനിയും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, എന്നെ തന്നെ അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ തന്നെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല. ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള കഴിവ് അവിടെ നിന്ന് എനിക്ക് തരണമേ. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ, സ്നേഹമുള്ള കരങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് എന്നെ ശക്തീകരിക്കുകയും അവിടെ നിന്ന് ബലപ്പെടുത്തുകയും നല്ലൊരു പൈതലായി ജീവിച്ച് ഉന്നതമായിട്ടുള്ള തലങ്ങളിൽ എത്തിച്ചേർന്ന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ തരണമേ. അപ്രകാരം എന്നെ മാറ്റണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല,
നിങ്ങൾ മറ്റുള്ള അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ് ടു others. May God bless you. Wish you all the best.